പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന, എക്കാലത്തും നമ്മെ വഴി നടത്തുന്ന ഒരു നല്ല ദൈവം നമ്മോട് കൂടിയുണ്ട്. അമ്മേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലത് നമുക്ക് നൽകാതിരിക്കുമോ? അതെ, ആമേൻ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. തൻ്റെ സ്വന്തം ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച യേശു കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹത്തിൽ നമുക്കും നിലനിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ജോൺ ചാപ്റ്റർ 14 verse 21. Whoever has my commands and keeps them is the one who loves me. The one who loves me will be loved by my Father, and I too will love them and show myself to them. ആരാണോ യേശുവിൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ, ആ വ്യക്തി ആ യേശുവിനെ ആഴമായി സ്നേഹിക്കുന്നവനെന്ന് യേശു കർത്താവ് ഇവിടെ പറയുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ പിതാവ് സ്നേഹിക്കുന്നു. വീണ്ടും പറയുന്നു, യേശുവും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് യേശു നമുക്ക് വെളിപ്പെടണം? നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിൻ്റെ യേശുവിൻ്റെ ആമേൻ സ്തോത്രം, അമാനുഷികമായ ശക്തി, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ആ പ്രസൻസ് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടി? യേശുവിൻ്റെ സകല കൽപ്പനകളും അനുസരിക്കുവാൻ ഉള്ള ഒരു മനസ്സ് ആമേൻ നമുക്കുണ്ടായിരിക്കണം. അതേ ഉദാഹരണമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 5-6 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 5-ാം വചനം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു കുടുംബത്തെ മുഴുവനും യേശു സ്നേഹിച്ചു എന്ന് ബൈബിളിൽ വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം ആ കുടുംബത്തിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരെയും യേശു സ്നേഹിച്ചു. 3 പേർക്കും വ്യത്യസ്തമായ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. 3 പേരും ഒരുപോലെ യേശുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു, യേശുവിന് പ്രിയപ്പെട്ടവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 3-ാം വചനത്തിൽ വായിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അപ്പോൾ ലാസർ യേശുവിന് പ്രിയനായവനായിരുന്നു. ആമേൻ സ്തോത്രം. മാത്രമല്ല, മാർത്ത യേശുവിനെ ശുശ്രൂഷ ചെയ്തു. മറിയ, ആമേൻ, അതേ 11-ാം അധ്യായം 2-ാം വചനത്തിൽ വായിക്കുന്നു, ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരെ. യേശു മാർത്തയെയും മറിയയും ലാസറിനെയും സ്നേഹിച്ചു. അവർ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കുടുംബമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 6-ാം വചനത്തിൽ, അടുത്ത വചനത്തിൽ വായിക്കുന്നു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. പ്രൈസ് ദി ലോർഡ്. യേശു അവരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നിട്ടും അവർ ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു അവിടെ തന്നെ പാർത്തു. എന്തുകൊണ്ട് നാം വായിച്ച കീ വേഴ്സിൽ നാം വായിച്ചു, അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ യേശുവിനെ തന്നെത്താൻ വെളിപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവഹിത പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആമേൻ സ്തോത്രം, സകലതും കർത്താവ് നന്മയ്ക്കായിട്ട് ചെയ്യും. സകലതും ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദീനമായി കിടക്കുന്നു എന്ന് പറയുവാൻ അവരുടെ സഹോദരിമാർ ആളയച്ച് പറയിച്ചു. പക്ഷേ മരിച്ചു എന്ന് ആരും ആളയച്ച് പറയിച്ചില്ല. കാരണം യേശു പോയില്ല ദീനമായി കിടന്നപ്പോൾ. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ യേശു തന്നെ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
യേശുവിനെ അറിയാം. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും യേശുവിനെ അറിയാം. ആമേ. അതിൻ്റെ അർത്ഥം യേശു അറിയാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ യേശുവിന് മനസ്സിലായി ലാസർ, ആമേ, അത് നമ്മുടെ സ്നേഹിതനായ ലാസർ. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇത്രയും നാൾ കൂടെ നടക്കുന്നു. ആമേൻ. എന്നാൽ ആ ശിഷ്യന്മാരിൽ ആമേൻ ഒരാളെ പോലെയും അതിനേക്കാളും ഉപരി യേശു പറയുന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, മരിച്ച അവസ്ഥകൾ ദൈവത്തിന് മുൻപാകെ നിദ്രയാ. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ മുൻപാകെ വലിയ ആമേൻ കാര്യമൊന്നുമല്ല. ആമേൻ. എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നവും ആമേൻ നിസ്സാരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ മുൻപാകെ. ഹല്ലേലൂയ. ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ സ്നേഹം വിട്ട് അകന്നു പോകുന്നവരായിട്ടല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക, കൽപ്പനകളെ പ്രമാണിക്കുക. യേശു തന്നെ നമുക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യോഹന്നാൻ 11-ാം അധ്യായം അതിൻ്റെ ആമേൻ 34-ാം വചനത്തിൽ യേശു ഉള്ളം നൊന്തു കലങ്ങി, അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. യേശു കണ്ണുനീർ വാർത്തു. ആമേൻ. 36-ാം വചനത്തിൽ ആമേൻ യഹൂദന്മാർ അത് കണ്ടിട്ട് കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, യേശു ആമേ ദീനമായി കിടന്ന് അപ്പോൾ 2 ദിവസമായി പോയില്ലെങ്കിലും ആമേൻ മരിച്ച് 4 നാളായ ശേഷവും യേശു അവിടെ കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. 39-ാം വചനത്തിൽ വായിക്കുന്നു, കല്ല് നീക്കുവിനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേ. 43-ാം വചനത്തിൽ യേശു പ്രാർത്ഥിച്ചു, പിതാവിനോട് സംസാരിച്ചിട്ട് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. 44-ാം വചനത്തിൽ മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ദീനമായി കിടന്നപ്പോൾ യേശു പോയില്ല. മരിച്ച് ഇത്രയും ദിവസമായിട്ട് യേശു പോയില്ല. പക്ഷേ ആമേൻ കല്ലറയ്ക്കകത്തു വെച്ചാലും കല്ല് നീക്കി വെച്ചാലും ആമേൻ എത്ര ബന്ധിച്ചാലും കെട്ടിയാലും ഹല്ലേലൂയ. ആമേൻ. നാം യേശുവിനെ സ്നേഹിക്കുന്നവരാണോ? യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മിൽ ദൈവപ്രവൃത്തി യേശു വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ ലാസർ മരിച്ചവൻ പുറത്തു വന്നു. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 45-ാം വചനത്തിൽ വായിക്കുന്നു, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. മാത്രമല്ല 12-ാം അധ്യായം 17-ാം വചനത്തിൽ വായിക്കുന്നു, അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ചു മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു അവിടെ ആരെന്ന് വെളിപ്പെടുവാനിടയായി തീർന്നു. മാത്രമല്ല 11-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ നാം വായിക്കുന്നു, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ. എന്നാൽ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം ബഥാന്യ അറിയപ്പെട്ടത് 12-ാം അധ്യായം 1-ാം വചനം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു ആരെന്ന് തൻ്റെ ആ മക്കളിലൂടെ യേശു വെളിപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം. ആമേൻ. യേശു നമുക്ക് തന്നെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായി യേശുവിൻ്റെ കൽപ്പനകളനുസരിച്ച് യേശുവിനെ സ്നേഹിക്കുന്നവരെ ആമേൻ പിതാവ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവും സ്നേഹിക്കുന്നു. അമ്മേ സ്തോത്രം. അവർക്ക് യേശു തന്നെ വെളിപ്പെടുത്തുമെന്ന് ഞങ്ങളിന്ന് കേട്ടതുപോലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിശ്ചയമായി വലിയ ദൈവപ്രവർത്തികൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ, ഓരോ ദൈവമക്കളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കരങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.